Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഉപ്പേരിയാണ്. നമ്മൾ സദ്യയ്ക്ക് വിളമ്പുന്ന ആദ്യമായിട്ടാണ് ശർക്കര വരട്ടിയും ഉപ്പേരിയൊക്കെ. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഉപ്പേരി, അതായത് കേരള ചിപ്സ് അല്ലെങ്കിൽ കായ വറുത്തത് ഒക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ സാധാരണ ചിപ്സ് വട്ടത്തിലാണ് നമ്മൾ സദ്യയ്ക്ക് പൊതുവേ കണ്ടുവരുന്നത്. അതിൻ്റെ ക്വാർട്ടർ സൈസിലുള്ള പീസസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം, അല്ലാതെ നമ്മുടെ സാധാരണ ചിപ്സിൻ്റെ ഷേപ്പിലും വട്ടത്തിലും കട്ട് ചെയ്തെടുക്കാം. രണ്ടും കാണിച്ചു തരാം. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ആ രീതിയിൽ നിങ്ങൾക്ക് സദ്യയ്ക്ക് വിളമ്പും അല്ലാതെയും കഴിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ചിപ്സ് ഉണ്ടാക്കാം. ഓക്കെ, ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കായാണ്. അപ്പം ഞാൻ കായ ഇന്നലെ തന്നെ വാങ്ങി അത് പുറത്ത് വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട്, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൂടെ അതേപോലെ തന്നെ ഇരിക്കും, പെട്ടെന്ന് പഴുത്തു പോവില്ല. അപ്പം ഞാൻ നമുക്ക് എപ്പോഴും നമ്മുടെ സദ്യക്കുള്ള ചിപ്സിൽ എപ്പോഴും നേന്ത്രക്കായ തന്നെ വേണം കേട്ടോ, നേന്ത്രപ്പഴത്തിൻ്റെ കായ തന്നെ വേണം. അപ്പം ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതാണ്, കണ്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു 7 എണ്ണം ചെയ്യാം. അതേമാതിരി ഞാൻ വേറൊരു ദിവസം ഇപ്പം അടുത്ത് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതാണ് ശർക്കര വരട്ടടി. ഞാൻ എല്ലാ പേപ്പറും മാറ്റുകയാണ് കേട്ടോ. അടുത്ത് തന്നെ ഒരു വലിയ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 കാര്യങ്ങളുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ വാഴക്കയുടെ കളറ് മാറില്ല, കായയുടെ കളറ് മാറില്ല. അതുമാതിരി നമുക്ക് നല്ലൊരു, അറിയാലോ നമ്മുടെ ചിപ്സ് നല്ല യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ കൂടെ ഇതിൽ കൂടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കായ കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം മേലെയും താഴെയും ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരുപാട് ഉള്ളിലേക്ക് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് പുറത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വിടുവിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. തൊലി വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കാം കേട്ടോ. തൊലി കളയണ്ട, ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ തൊലി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. ഞാൻ പറഞ്ഞ പോലെ കായ തൊലി വെച്ചിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ കളയുന്നില്ല. ഇതേപോലെ നമുക്കൊന്ന് അടർത്തി മാറ്റി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇതിൽ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ പശയോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ് 2 കൈ കൊണ്ടും. അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പശയോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. കണ്ടോ, അതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈ വെള്ളമൊന്നും കളഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം നിറച്ചിട്ട് വീണ്ടും ഇതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടിയും വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉപ്പേരിക്ക് വിളമ്പുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാൻ ആദ്യം ഒന്ന് നടുവേ കട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ആദ്യം ഒന്ന് 4ആക്കി കട്ട് ചെയ്യാം. എന്നിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ ഇതേപോലെ വന്നത്. ഇതുപോലെ വരും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ വീണ്ടും ആ മഞ്ഞൾ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ ഇതേപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരു 2 എണ്ണം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സദ്യക്ക് ആയല്ലോ.
ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെയും ചെയ്തെടുക്കുകയാണ്. വിരൽ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ഗൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള തിക്നെസ്സിൽ ഒരേ വലുപ്പത്തിൽ കിട്ടും. എനിക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് തിന്നായിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യുന്നത്. അതല്ലേ നമുക്ക് നല്ല ക്രിസ്പായിട്ട്. അല്ലെങ്കിൽ കുറച്ച് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വറക്കുന്നതിനും സമയം കൂടും. പെട്ടെന്ന് തിന്നായി കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തും കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സാധാരണ ചിപ്സിന് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വട്ടത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം വളരെ തിന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. നോക്കിയിട്ട് വിരൽ കട്ട് ചെയ്യണ്ട. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കത്തി വെച്ചിട്ട് ഒരേ വലിപ്പത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്ന മാതിരി. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഗ്രൈൻഡർ ഉണ്ട്, ഇതിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പം ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. കണ്ടോ, എല്ലാം ഒരേപോലെ വന്നിരിക്കുന്നുണ്ടോ, ഒരേ വലുപ്പത്തിൽ ഒരേപോലെ നല്ല ചന്തമണികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് ആവും. അപ്പം അതേപോലെ ഒന്ന് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ചിപ്സ് മുഴുവൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സ്റ്റെയിനറിൽ കൂടെ വെള്ളം മുഴുവൻ കളയുകയാണ്. ഇനി നമുക്ക് വെള്ളം വേണ്ട, അത്യാവശ്യം എൻ്റെ കറയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനി ഒരു സ്ട്രെയിനറിൽ കൂടെ വെള്ളം മുഴുവൻ കളയുകയാണ്. എന്നിട്ട് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ നന്നായിട്ടൊന്ന് വിരിച്ച് വയ്ക്കുകയാണ്. വെള്ളം അറിയാലോ, ചൂടെണ്ണയിൽ വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തൊക്കെ തെറിക്കും. അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചിപ്സിനുള്ളതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോട്ടൺ തുണിയുണ്ടോ ഒരു ടിഷ്യൂ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. ഓക്കെ, അപ്പോൾ എക്സസ് ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ആ ഒരു എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ വേണം. ഞാനൊരു കുഞ്ഞു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നല്ലൊരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഉപ്പ് കുറച്ച് ഞാൻ അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, കുറച്ചധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ ചിപ്സിലേക്ക് ആ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ വരുള്ളൂ. അത് എപ്പോഴാണ് എന്നുള്ളത് ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോളൂ. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചധികം എണ്ണ വേണം. അപ്പം ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് വേണം. പിന്നെ ഇടയിലെങ്ങാനും കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ചിപ്സ് ഓരോന്നായിട്ട് ചിപ്സ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ നന്നായി ചൂടായിരിക്കുകയാണ്. ഞാൻ കുറച്ചെണ്ണം ഫ്രൈ ചെയ്ത് തുടങ്ങി എൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ 2-3 ഇടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ചൂടായ ശേഷം ഒരുപാട് തിക്കിയിടണ്ട, കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഞാൻ തീ ലോവൊന്നുമല്ല മീഡിയവുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ അടുത്ത സെറ്റ് ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം വിടിവിച്ചെടുക്കട്ടെ. അപ്പം ഒന്ന് ഫ്രൈ ആയിട്ട് ഒരു കലകല ശബ്ദം വരുന്ന സമയത്ത് നമുക്ക് കോരാം. ആ കോരുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെച്ച വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. അപ്പം കുറച്ചുകൂടെ നല്ല മഞ്ഞ നിറം വരും. ഓക്കെ, ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ,
അപ്പോൾ ശബ്ദം മെല്ലെ മാറി തുടങ്ങി, എൻ്റെ ഒരു കലകല ശബ്ദം വന്നു തുടങ്ങി. അപ്പം ഇനി ഞാൻ ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് വെച്ച വെള്ളമില്ലേ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1-2 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കുറച്ച് വേണമെങ്കിലൊന്ന് മാറി നിന്നുള്ളൂ, വെള്ളത്തിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് ആ ചൂടാവുന്ന പെട്ടെന്ന് തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. കുഞ്ഞു ടിപ്പാണ് കേട്ടോ അത് ഒഴിച്ചുടനെ ജസ്റ്റ് ഒന്ന് പതേ ഒന്ന് പോവില്ലേ, എൻ്റെ ആ ശബ്ദമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ചിട്ട് എടുത്തോളൂ. ആയിട്ടുണ്ടാവും. കണ്ടോ, നമുക്ക് കലകല ശബ്ദം വരണുണ്ടോ, കിളികിലെന്ന് ശബ്ദം വരണുണ്ടോ. ഇതാണ് നമ്മുടെ ചിപ്സ് ആയി എന്നുള്ളത്. മാറ്റുക. വേറൊരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ ചിപ്സ് റെഡിയായി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. ഓക്കെ, ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തീ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ ചിപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചിട്ട് അങ്ങനെ ഡംപ് ചെയ്യരുത്, അത് ഒട്ടിപ്പിടിക്കും. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് വിടുവിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് അത് ഒന്നിച്ചിട്ടായിരിക്കും ഫ്രൈ ആവുക, അത് കറക്റ്റായിട്ട് ഫ്രൈ ആവില്ല, അത് വെന്ത പോലെ വരുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താ, അത്യാവശ്യം ആ ഒരു നമ്മൾ ഇട്ടുടനെ ആ ഒരു ശബ്ദമൊക്കെ പോയി മെല്ലെ സെറ്റിലാവുന്ന സമയത്താണ് ഒരു 5-6 മിനിറ്റ് എടുക്കും ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരുപാട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അത്ര ക്രിസ്പായിട്ട് വരില്ല. അപ്പം എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേ നമ്മൾ ആ സെക്കൻഡ് ബാച്ച് ഇടുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ടുള്ള വെള്ളം 1-2 ടീസ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ച് കൊടുത്തുടനെ നല്ല ശബ്ദം വരും. എല്ലാം അവിടേക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ അതൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ബബിൾസൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 മുതൽ 4 സെക്കൻഡ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിലൊക്കെ ഇല്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ചിപ്സിൻ്റെ ചില ഭാഗത്ത് ഉള്ളിലൊന്നും ചിലപ്പോൾ വെന്ത് വരില്ല, ഈ അരിയൊന്നും പ്രത്യേകിച്ച് വെന്ത് വരില്ല. അപ്പോൾ ആ സമയത്ത് അതെല്ലാം നല്ല ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് 2-3 ടിപ്സ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിപ്സ് റെഡിയാക്കാൻ പറ്റും. പിന്നെ എക്സ്പേർട്ട് ആൾക്കാർക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്ക് ചീവി ഇടാൻ പറ്റും. അത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ നേരത്തെ ചീവി വെച്ചിട്ട് പിന്നെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ടും അതിലേക്ക് ചീവി ഇടാം. നല്ല സ്റ്റീലിൻ്റെ ചീവുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ തന്നെ വെച്ചിട്ട് പാനിൽ തന്നെ വെച്ചിട്ട് ചീനച്ചട്ടിയുടെ മേലെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ക്വാർട്ടേഴ്സിൽ കട്ട് ചെയ്തില്ലേ, ചെറുതായി കട്ട് ചെയ്തില്ലേ, അതാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ വട്ടത്തിലരിഞ്ഞ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അയ്യോ, കറണ്ട് പോയി. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് കട്ടായി പോയത് ആ ഒരു ക്ലിപ്പ്. അപ്പം എന്തായാലും ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. നല്ല കലകല ശബ്ദം കേൾക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ശബ്ദം. അപ്പം ഇതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.